അപ്പോൾ ഇന്ന് നമുക്കൊരു ജേർണലിംഗ് ചെയ്താലോ. അപ്പം നമ്മൾ ആദ്യത്തെ ലോട്ട് എഴുതിയിട്ടുണ്ട്. തീമാണ്, 2 തീമാണ് നമ്മൾ എഴുതിയിട്ടേക്കുന്നത്. പർപ്പിൾ തീമും കളർഫുൾ തീമും. അപ്പോൾ ആർക്കാ പർപ്പിൾ തീം കളർഫുൾ തീം കിട്ടുന്നതെന്ന് നോക്കാം. ഞാനാണ് ഇടുന്നത്. ഞാൻ ഈ ലോട്ട് എടുത്തിട്ടുണ്ട്. എനിക്ക് പർപ്പിൾ തീമാണ് കിട്ടിയിരിക്കുന്നത്. എനിക്ക് കളർഫുൾ തീമാണ് കിട്ടിയിരിക്കുന്നത്. നമുക്ക് പെൻസിന്റെ ലോട്ട് ഇടാം. എനിക്ക് കളർഫുൾ പെൻസ് ആണ് കിട്ടിയിരിക്കുന്നത്. എനിക്ക് ബ്ലാക്ക് ആൻഡ് ബ്ലൂ പെൻസ് ആണ് കിട്ടിയിരിക്കുന്നത്. കളർഫുൾ പെൻസ്, ബ്ലാക്ക് ആൻഡ് ബ്ലൂ പെൻസ് എനിക്ക് കിട്ടിയ പെൻസ് എനിക്ക് കിട്ടിയത്. ഓക്കെ, അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ നമ്മുടെ എക്സ്ട്രാ ആയിട്ട് ഇത്രയും സാധനങ്ങളുണ്ട്. പിന്നെ ഒറിഗാമി ഷീറ്റും. അപ്പോൾ ഫസ്റ്റ് റൗണ്ടാണിത്. തുടങ്ങാം. ഞാൻ വയലറ്റ് തീം ആയതുകൊണ്ട് ആദ്യം തന്നെ ഒരു പാറ്റേൺ പേപ്പറാണ് എടുക്കുന്നത്. ഞാൻ ഈ കളർ പാറ്റേൺ പേപ്പറാണ് എടുക്കുന്നത്. ഈ കളർ വയലറ്റ്. ഞാനിത് ഈ ഒരു അറ്റത്തുനിന്ന് ഇങ്ങനെ കീറി വെക്കുക. എന്താ ഇങ്ങനെ വെക്കുക, ഇങ്ങനെ വെക്കുക. ഇതൊക്കെ കോമൺ ആയിട്ടുള്ള സാധനങ്ങളാണ് കേട്ടോ. അപ്പം ഇവിടെ ഇങ്ങനെ, ഇവിടെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കൂടെ നമുക്ക് കീറാവേ. അപ്പം ഞാൻ ഈ ഒരു കോർണറിൽ വെക്കാൻ പോവാണ്. നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതിങ്ങനെ വരും. അപ്പോൾ ഈ സൈഡിലും കൂടെ നമുക്ക് അതുപോലെ ഒരെണ്ണം സെറ്റ് ചെയ്യാം. അപ്പം ഞാൻ ഇങ്ങനെ 2 പീസ് കീറി എടുത്തിട്ടുണ്ട്. അപ്പം നമുക്കിനി ഇത് ഒട്ടിക്കാം. ഗായ്സ്, അപ്പം ഞങ്ങൾ 2 പേരും ഇങ്ങനെ ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ആ സമയം കൊണ്ടേ ഞാൻ ഇതിന്ന് ഈ ഒരു വയലറ്റ് മിററൊക്കെ വരുന്ന ഫോട്ടോയും പിന്നെ ഈ സ്റ്റാമ്പ്സിന്ന് ഈ 2 സ്റ്റാമ്പ്സും എടുത്ത് അപ്പം നമുക്കിനി ഇതും കൂടി ഒട്ടിക്കാവേ. ആ സമയം കൊണ്ട് ഞാനൊരു പിങ്ക് ഷീറ്റ് എടുത്തിട്ട് ഇവിടെ ഇങ്ങനെ സ്ക്വയറിൽ ഒട്ടിക്കാൻ ഓർക്കുന്നു. അപ്പോൾ ചെയ്യാം. അപ്പോൾ ഞാൻ ഈ സൈഡിലായിട്ട് ഇങ്ങനെ ഒട്ടിച്ചിട്ടുണ്ട്. ഞാനിങ്ങനെ അത് 3 സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിനകത്ത് നമുക്കൊരു കളർഫുള്ളായിട്ട് എടുക്കാം. ഈ സ്ട്രോബെറി നല്ല അല്ലേ, ഇതൊട്ടിക്കട്ടെ, ചേരുന്നുണ്ട്. ഗൈസ്, ഞാൻ ഇത്ര സ്റ്റിക്കേഴ്സിൽ നിന്ന് ഏതെങ്കിലും ഒരു ഇൻവിസിബിൾ സ്റ്റിക്കർ ചൂസ് ചെയ്യാൻ പോവാണ്. അപ്പം ഇതിൻ്റെ കൂടെ ചേരുന്നത് ഇത് കണ്ടില്ലേ, ഇങ്ങനത്തെ ഒരു പിങ്ക് വൈബല്ലേ. അതുകൊണ്ട് ഞാൻ ഈ പിങ്ക് ഒട്ടിക്കാമെന്നാണ് ഓർക്കുന്നത്. ആദ്യം ഓർത്ത് ഈ നൈസ് ഡേ ഒട്ടിക്കാന്ന്, പക്ഷേ അത് കഴിഞ്ഞിട്ട് ഓർത്ത് നല്ല രസമുണ്ട് ഇത് കാണാൻ, ഈ പിങ്ക്. അപ്പോൾ ഇതെടുത്തിട്ട് ഞാൻ ഈ ബുക്കിൻ്റെ ഈ വശത്തായിട്ട് ഒട്ടിക്കാൻ പോകും. കണ്ടില്ലേ, ഇപ്പം നല്ല രസമായില്ലേ. അപ്പോൾ ഗായ്സ്, ഞാനിവിടെ ഒരു സ്റ്റാമ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ സ്റ്റാമ്പ് എന്നോട് ചേരുന്നുണ്ട്. അപ്പോൾ ഇത് ഈ ഒരു ഭാഗത്തും ഇത് ഈ ഒരു ഭാഗത്തും ഒട്ടിക്കാമെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒട്ടിക്കാൻ നമുക്ക്. അപ്പോൾ ഗൈസ്, അപ്പം നമ്മൾ ഇനി എഴുതാൻ പോവുകയാണ്. അപ്പം എഴുതിയിട്ടും കാണാം. ഗൈസ്, അപ്പം നമ്മൾ എഴുതി കഴിഞ്ഞിട്ടുണ്ട്. അപ്പം അതിൻ്റെ കൂടെ ഞാൻ ഒരു ചെടിയും പിന്നെ ഒരു വള്ളിച്ചെടി പോലത്തെ ഒരു ചെടിയും വരച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ഇങ്ങനെ ഒരു വട്ടത്തിലൊരു യൂട്യൂബിൽ കണ്ട പോലെ ഒരെണ്ണം ചെയ്തിട്ടിട്ടുണ്ട്. അപ്പോൾ എൻ്റെതെന്ന് പറഞ്ഞാൽ ഒരു കളർഫുൾ തീമാണല്ലോ. പിന്നെ റെയിൻബോ പോലെ ഒരു മെത്തേഡ് ഇവിടെ വരച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ജൂണിനെ പറ്റി ഞാൻ എഴുതി. പിന്നെ ഇവിടെ ഒരു വോൾ ഹാങ് ക്രാഫ്റ്റ് വരച്ചു, ഒരു വള്ളിച്ചെടി വരച്ചു. പിന്നെ എക്സ്ട്രാ ആയിട്ട് ഇവിടെ ഒരു സൺറൈസിൻ്റെ ഒരു സ്റ്റാമ്പ് ഒട്ടിച്ചിട്ടുണ്ട്. നമുക്ക് അടുത്ത ലോട്ടിടാം. ഇപ്പോൾ ലോട്ടിടുവാണേ.
എനിക്ക് ബ്ലൂ മാർക്കറാണ് കിട്ടിയേക്കുന്നത്. എനിക്ക് ബ്ലാക്ക് മാർക്കർ കിട്ടിയ കണ്ടോ, ബ്ലാക്ക് പെന്നും ബ്ലാക്ക് മാർക്കർ. എൻ്റെ കഷ്ടകാലം. ഇതാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. എനിക്ക് കിട്ടിയേക്കുന്നത് ഈ 2 മാർക്കേഴ്സും. ഇപ്പം ഞാൻ തൽക്കാലം ഉദ്ദേശിക്കുന്നത്, ഇത് ഓൾറെഡി ഇപ്പോൾ ഫില്ലായി. ഇപ്പം ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ നിന്ന് ഇങ്ങനെ വരച്ച് വിടാമെന്ന ഒരു ഡിസൈൻ പോലെ. ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ ഒരു ഭാഗം എന്തെങ്കിലും ഒന്ന് ഫില്ല് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഗായ്സ്, നമ്മൾ ഇങ്ങനെയാണ് ഇപ്പോഴത്തെ എൻ്റെ ജേർണലിൻ്റെ ലുക്ക്. എൻ്റെ ജേർണൽ ബുക്ക് ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഞാൻ എക്സ്ട്രാ ആയിട്ട് ആഡ് ചെയ്തത് ഈ 2 മാലയും പിന്നെ ബോർഡർ വരയ്ക്കണമായിരുന്നല്ലോ. അപ്പം ഞാൻ ആദ്യം പറഞ്ഞ പോലെ അല്ല വരച്ചത്. ഞാൻ അങ്ങനെ വരച്ചപ്പോൾ എന്തോ വൃത്തികേടായിരുന്നു. അതുകൊണ്ട് ഞാൻ ഇച്ചിരി എല്ലാം കൂടെ ആഡ് ചെയ്തിട്ട് 2 വശത്തും ഇങ്ങനെ വരച്ചു. പിന്നെ ഇവിടെ ഒരു നൈറ്റ് ലാമ്പ് ആ വലിയ മാർക്കർ വെച്ചിട്ടും വരച്ച്. ഇതാണ് എൻ്റെ ഇനി ഇരിക്കുന്നത്. ഇനി നമുക്ക് നേരെ അടുത്ത ലോട്ടിടാം. അപ്പോൾ അടുത്ത ലോട്ട് ഗ്ലിറ്ററിൻ്റെ ലോട്ടാണ്. നമുക്ക് ലോട്ടിടാം. ഈ കളറിൻ്റെ ഗ്ലിറ്ററാണ് കിട്ടിയിരിക്കുന്നത്. എനിക്ക് ഗ്രേ ആൻഡ് വൈറ്റ് ഗ്ലിറ്ററാണ് കിട്ടിയിരിക്കുന്നത്. ഇത് 2 എനിക്ക് കിട്ടിയിരിക്കുന്നത്. എനിക്ക് ഈ 2 ഒരേ കളറാണ്. ഈ 4 ഗ്ലിറ്റേഴ്സാണ് കിട്ടിയിരിക്കുന്നത്, റെഡും ഗ്രീനും. ഞാൻ തൽക്കാലത്തേക്ക് ഓർക്കുന്നത് ഇതെൻ്റെ ഇപ്പോഴേ ഫുൾ ഫില്ലായി. അതുകൊണ്ട് ഞാൻ ഓർക്കുന്നത് ഈ വട്ടത്തിൻ്റെ ഈ വശത്തായിട്ട് കുറച്ച് ഗ്ലിറ്റർ ചെയ്യാമെന്ന്. കാരണം ഇവിടെ ചെടി ഇങ്ങനെ കയറി വന്നിട്ടില്ലേ, അതുകൊണ്ട് ചെയ്യാമെന്നാണ്. ഞാനിവിടെ ചെറിയൊരു ഗ്രീൻ ലീഫ്സ് ഒക്കെ പോലെ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ഗായ്സ്, അപ്പം ഞാൻ ഗ്ലിറ്ററൊക്കെ നല്ലതായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഇവിടെ ഞാൻ ചെയ്തിട്ടുണ്ട്, ഇവിടെയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം ഇതാണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് അതോ ഇതാണോ ഇഷ്ടപ്പെട്ടത്? ഞാൻ ഗ്ലിറ്ററൊക്കെ ചെയ്തേക്കുന്ന ഈ ഒരു അടിയിലായിട്ട് ഗാർഡൻ പോലെ ചെയ്തേക്കുക. അപ്പോൾ ഇതിലേതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ ബൈ.